നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഏതോ ഒരു സിനിമയിൽ ബേസിൽ ജോസഫ് പറഞ്ഞത് കേട്ടിട്ടില്ലേ? സ്വന്തം നാടും വീടും കൂട്ടുകാരെയൊക്കെ വിട്ട് ഏതോ ഒരു നാട്ടിൽ വന്ന് കിടക്കുന്നതിനേക്കാളും വലിയ ഗതികെട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഇങ്ങനെ ഒരു തോട്ട് ഒരിക്കലെങ്കിലും മനസ്സിൽ കൂടെ പോയിട്ടുള്ളവരായിരിക്കുമല്ലോ എല്ലാ പ്രവാസികളും. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്നത്, തിരിച്ചിങ്ങ് പോകുന്നൂടെയെന്ന്. പക്ഷെ അതങ്ങനെയൊന്നും പോരാൻ പറ്റത്തില്ല. നമ്മൾ എവിടെയെങ്കിലും വന്ന് പെട്ടത് സത്യമാണെങ്കിൽ പിന്നെ ഇവിടുന്ന് പോരാൻ ആലോചിക്കുമ്പോൾ ഒരു 100 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. തിരിച്ചു നിന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ വന്ന് ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ എത്തിച്ചത് വെറുതെ വിട്ടിട്ട് പോകണ്ടേ, അങ്ങനെ 100 ചോദ്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ജിന്നാണ് ബായി. ഒരിക്കൽ പെട്ടാൽ പിന്നെ പെട്ടെന്നൊന്നും പുറത്ത് കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ കഥാപ്രസംഗം നിർത്തിയിട്ട് ഞാൻ കാര്യത്തിലോട്ട് വരാം. സാധാരണ ഇങ്ങനെയുള്ള തോട്ടൊക്കെ കയറി ഒരുമാതിരി ഡിപ്രഷൻ അടിക്കുമ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലും പോവാറ്. പക്ഷെ ഇന്നത്തെ യാത്ര ഇങ്ങനെ ഒരു ഡിപ്രഷനിൽ നിന്നുണ്ടായതല്ല കേട്ടോ. ഒരാഴ്ച വെറുതെ കിട്ടിയ ആനുവൽ ലീവ് വെറുതെ വീട്ടിലിരുന്ന് തീർത്തല്ലോ എന്നുള്ള കുറ്റബോധത്തിൽ നിന്നാണ് ഇങ്ങനൊരു ട്രിപ്പ് പോകാമെന്നുള്ള പ്ലാൻ വന്നത്. ഒരു ഇടുക്കിക്കാരി ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള വഴികളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ എനിക്കൊരു ചെറിയ നേരിമംഗലം ഫീൽ കിട്ടാറുണ്ട് കേട്ടോ. എന്നായാലും ഒരു 40 മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. ഈ വണ്ടിയും കൊണ്ട് പുറത്തു പോകുമ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരു പ്രോപ്പറായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. ഒന്ന് കറങ്ങി തിരിഞ്ഞെങ്കിലും ഞങ്ങൾ അവസാനം ഒരു സ്പേസ് കണ്ടുപിടിച്ചു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പതുക്കെ ഞങ്ങൾ പുറത്തിറങ്ങി. ഇംഗ്ലണ്ട് എന്ന് വിചാരിക്കുമ്പോൾ ഒരു പരിധി വരെ ആദ്യം മനസ്സിലോട്ട് വരുന്നത് ലണ്ടൻ ബ്രിഡ്ജ് ആയിരിക്കും, അല്ലെങ്കിൽ ലണ്ടൻ നഗരമായിരിക്കും. പക്ഷേ ഈ ഇംഗ്ലണ്ടിന് വേറൊരു മുഖമുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണം. ഇതാണ് ബേക്ക്വെൽ. ഡെർബിഷെയറിലുള്ളൊരു ബ്യൂട്ടിഫുൾ വില്ലേജാണ് കേട്ടോ ബേക്ക്വെൽ. ഹാർട്ട് ഓഫ് ദി ഡെർബിഷെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 12ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ബേക്ക്വെൽ. ഇവിടുത്തെ കല്ലുകൊണ്ടുണ്ടാക്കിയ വീടുകളും ചർച്ചും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പക്ഷേ ചെറുതായിട്ടൊന്ന് പണി വാളിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഓൾഡ് ഹൗസ് മ്യൂസിയം ഉണ്ട്. കഷ്ടകാലത്തിന് അത് ക്ലോസ്ഡ് ആണ്. 25 മാർച്ചിനാണ് അത് ഓപ്പൺ ആവുള്ളൂ. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേന്ന് ഓർത്ത് ഞങ്ങളൊന്ന് അടക്കാൻ തീരുമാനിച്ചു കേട്ടോ. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കെട്ടിടങ്ങളൊക്കെ കണ്ടില്ലേ, അതിനൊക്കെ ഏറെക്കുറെ ഒരു 12ാം നൂറ്റാണ്ട് മുതലുള്ള കഥ നമ്മളോട് പറയാനുണ്ട്. ഈ കാണുന്നതാണ് ഓൾഡ് ഹൗസ് മ്യൂസിയം. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്കറിയില്ല. അത് കാണാൻ നമുക്ക് എന്തായാലും ഒത്തില്ല. ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഇതിലേക്കൂടെയൊക്കെ നടന്നിട്ട് നമുക്ക് തിരിച്ചു പോവാം. 1530 ട്യൂഡർ രീതിയിലാണ് ഈ വീടുണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് എന്താണെന്നറിയാൻ പിന്നെ ഒരു ദിവസം നമുക്ക് വരാം. എന്തായാലും ഇപ്പോൾ ജസ്റ്റ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. ഒരു പക്ക ഇംഗ്ലീഷ് ഗ്രാമം എങ്ങനെയാണെന്ന് കാണണമെങ്കിൽ നമുക്കിവിടെ വന്നാൽ മതി. പണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ഈ ഇംഗ്ലീഷ് നോവൽസൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരു ഇമേജ് ഇല്ലേ, ഏറെക്കുറെ അത് അതേപടി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബേക്ക്വെൽ. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതുണ്ടോ പഴയ നമ്മൾ കല്ലിലൊക്കെ ഉണ്ടാക്കിയേക്കുന്ന വീടുകളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഈ വഴി ഇറങ്ങി നമ്മൾ ചെല്ലുന്നത് ബേക്ക്വെൽ ചർച്ചിലേക്കാണ്, ഓൾ സെയിൻറ്റ്സ് ചർച്ച്. ബേക്ക്വെല്ലിൽ എവിടെ നിന്ന് നോക്കിയാലും നമുക്കിതിൻ്റെ ഗോപുരം കാണാൻ പറ്റും കേട്ടോ. ഏതാണ്ട് ഒരു 1000 വർഷത്തോളം പഴക്കമുണ്ട് ഈ ചർച്ചിന്. 10ാം നൂറ്റാണ്ടിലാണ് ഇത് ആദ്യമായിട്ട് നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ കാലാകാലങ്ങളിലായിട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ അണ്ടറിലാണുള്ളത്. ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ആ ഒരു കവാടം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഹംബോ ഫീലായിരുന്നു ആദ്യം ഉണ്ടായത്. പണ്ട് തൊട്ടേ ഈ ഹിസ്റ്ററിയോട് ഇച്ചിരി കമ്പം കൂടുതലായതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഹിസ്റ്റോറിക് പ്ലേസുകൾക്ക് എന്നെ പെട്ടെന്ന് എക്സൈറ്റഡ് ആക്കാൻ പറ്റും കേട്ടോ. പക്ഷെ എൻ്റെ കൂടെയുള്ള ആള് നേരെ ഓപ്പോസിറ്റാണ്. ഏതെങ്കിലും ഒരു മ്യൂസിയത്തിലോ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക് പ്ലേസിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടതുകൊണ്ടും കേട്ടതുകൊണ്ടും നിനക്ക് എന്ത് പ്രയോജനം കിട്ടാനാന്ന് ചോദിക്കുന്ന ഒരാളാണ്. എന്നാൽ മറിച്ച് ഏതെങ്കിലും ഒരു മിഷൻ കാണിച്ചു കൊടുത്താൽ അവിടെ എത്ര നേരം വേണമെങ്കിലും ചെലവിടാൻ ഒരു മടി ഉണ്ടാവില്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ചർച്ചിൻ്റെ കാര്യം.
ആംഗ്ലോ സാക്സൺ കാലഘട്ടത്തിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ ചർച്ച് മാത്രമല്ല, ഈ ചർച്ചിന്റെ ചുറ്റും പല കാലഘട്ടങ്ങളിലുള്ള ശവകുടീരങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിൽ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളത് വരെ ഉണ്ട്. റോസ്മേരി ആണോ? അപ്പന്റെ ഇപ്പോഴത്തെ മെയിൻ പരിപാടിയാണ് എവിടെ പോയാലും റോസ്മേരി കണ്ടുപിടിക്കുക എന്നുള്ളത്. റോസ്മേരി ആണോ? റോസ്മേരി തന്നെയാ. ആർക്കും വേണ്ട. 8ാം നൂറ്റാണ്ട് മുതൽ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന സ്റ്റോണുകളുടെ ഒരു കളക്ഷനാണ് കേട്ടോ നമ്മൾ ചർച്ചിലേക്ക് കയറാൻ പോകുമ്പോൾ 2 വശത്തുമായിട്ട് കാണാൻ പറ്റുന്നത്. ഒരു ചെറിയ ഇരിപ്പിടം പോലെയുള്ള കല്ലുകളൊക്കെ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അത് പണ്ട് ആംഗ്ലോ സാക്സൺ കാലഘട്ടത്തിൽ അവരവരുടെ മതപരമായ ചടങ്ങുകൾക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ ആണെന്നാണ് ഇവിടെ കരുതപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ആംഗ്ലോ സാക്സൺ കാലഘട്ടത്തിൽ ഇതൊരു പ്രധാന ക്രൈസ്തവ കേന്ദ്രമായിരുന്നു. അപ്പൊ അതിന്റെ അവശേഷിപ്പുകളാണ് ഇതെല്ലാം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇതിൽ പലതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈബിൾ ലിഖിതങ്ങളും അല്ലെങ്കിൽ മതപരമായ ചിഹ്നങ്ങളും എല്ലാം ഉള്ളതാണ്. ചിലത് ശവകുടീരങ്ങളിൽ നിന്ന് എടുത്ത കല്ലുകളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ചർച്ചിൻ്റെ അകത്തേക്ക് കയറി. അവിടെ കയറി കഴിഞ്ഞപ്പോൾ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ 1-2 തവണ അവിടെ നിന്ന് ആലോചിച്ചു, കയറണോ അതോ തിരിച്ചു പോകണോ എന്ന്. പിന്നെ എന്തായാലും വന്നതല്ലേ, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പുറത്തിറങ്ങി പോകാമെന്ന് വിചാരിച്ചു. ചെറുപ്പം തൊട്ടേ നമ്മൾ കണ്ടു വളർന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനോടൊരു ഇഷ്ടവും കൗതുകവും ഒക്കെ കുറച്ച് കൂടുതൽ തോന്നില്ലേ? അങ്ങനെ ഒരു ഫീലാട്ടോ എനിക്ക് ഈ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ചർച്ചുകളോടുള്ളത്. നമ്മൾ മൂന്നാറിലെ CSI ചർച്ചില്ലേ, ആ ചർച്ചിന്റെ അകത്ത് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു ഫീലില്ലേ, ഒരു പ്രത്യേകത. ആ ഒരു ഫീലാണ് ഇവിടുത്തെ ചർച്ചുകളിലെല്ലാം പോകുമ്പോൾ നമുക്കുണ്ടാവുന്നത്. അപ്പം നമ്മൾ ഈ അകത്ത് കാണുന്നതെല്ലാം ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പല ടൈപ്പ് ഓഫ് ക്രോസുകളുടെ ഡീറ്റെയിൽസുകളാണ് കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ, ഇവിടെ ചർച്ചൊക്കെ ഒരു റിലീജിയസ് സിമ്പിളായിട്ട് മാത്രമല്ല, ഒരു ഹിസ്റ്റോറിക്കൽ സിമ്പിളായിട്ടും കൂടെ കണക്കാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ ചെറിയ കാര്യങ്ങളുടെ പോലും ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻസ് ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ക്രോസുകൾക്കെല്ലാം അതിൻ്റെ ഫേസിനനുസരിച്ച് ഓരോ ഡിഫറെൻറ്റ് മീനിങ്ങുകളാണ് ഉള്ളത്. അത് വെസ്റ്റ് ഫേസ് ആണെങ്കിൽ ഐ ആം ദി വൈൻ എന്ന യേശുവിൻ്റെ വചനങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ അനന്തതയും ദൈവികമായ കാര്യങ്ങളെല്ലാം അത് റെപ്രസെൻ്റ് ചെയ്യുന്നു. ആ സ്ഥാനത്ത് നോർത്ത് ഫേസ് ആണെങ്കിലുണ്ട്, അത് പല ടൈപ്പ് ഓഫ് വിശ്വാസങ്ങൾ അല്ലെങ്കിൽ പല വിഭാഗങ്ങൾ ഒന്നിച്ചു ചേരുന്നതിൻ്റെ സിമ്പിളായിട്ടാണ് കണക്കാക്കുന്നത്. ഇതുകൂടാതെ ഈ ഇമ്പോർട്ടൻ്റ് ആയ വൈദികന്മാരുടെയൊക്കെ കുറച്ച് ശവകുടീരങ്ങളൊക്കെ ചർച്ചിനകത്ത് തന്നെ കാണാനായിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല. ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടിട്ട് നമ്മളധികം താമസിക്കാതെ തന്നെ പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ അകത്ത് കണ്ട ഡീറ്റെയിൽസുകളൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്രോസ് ആണ് കേട്ടോ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ 1-2 ക്രോസുകൾ നമുക്ക് ചർച്ചിന്റെ പുറത്ത് കാണാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇവര് ഓരോ സിംഗിൾ എലമെന്റ്സും എത്ര കെയർഫുൾ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അതിനോർത്ത് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ കൾച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ കഥകൾ ഇങ്ങനെ ലോകത്തോട് വിളിച്ച് പറയാൻ പറ്റുമായിരുന്നല്ലേ. നമ്മുടെ നാട്ടിലെ 4 കെട്ടുകളും 8 കെട്ടുകളും 16 കെട്ടുകളും ഒക്കെ അതൊക്കെ വെറുതെ ഇടിച്ചു പൊളിഞ്ഞ് അങ്ങനെ പോകുന്നത് നമ്മൾ പലയിടത്തും കണ്ടിട്ടില്ലേ. അതിനൊക്കെ പകരം അതൊക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കും ഇതുപോലെ പലരുടെയും മുന്നിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നിന്നിട്ട് ഇതിന്റെ പഴയ കാലത്തെക്കുറിച്ച് ആലോചിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ഈ സ്റ്റോണുകളൊക്കെ എത്ര വർഷങ്ങളും എത്ര സംഭവങ്ങളും കണ്ടതായിരിക്കും അല്ലേ. ഇതിനൊക്കെ ഒരു 1000 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ എത്രയോ കൊല്ലങ്ങളും മുന്നേ ഉള്ള മനുഷ്യരെയും അവരുടെ ജീവിതങ്ങളെയൊക്കെ കണ്ടതായിരിക്കില്ലേ ഇതെല്ലാം. അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഏതാണ്ടൊരു 3.5 ഏക്കറോളം ഉണ്ട് ഈ ചർച്ച് കോർട്ട്യാർഡ്. ഇത് മൊത്തം നടന്ന് കാണാൻ എന്തായാലും ഞങ്ങൾ നിന്നില്ല. ജസ്റ്റ് ഈ ഒരു റൂട്ട് മാത്രം നടന്ന് തിരിച്ചു പോരാന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിലെ ഈ സെമിട്രീസ് ഒക്കെ നമ്മൾ രക്ഷിക്കഥകളെ കുറിച്ച് പറയുന്ന പോലെയല്ലേ പറയാ, രാത്രിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയുള്ളൊരു സ്ഥലമൊക്കെ ആയിട്ട്. ഇവിടെ പക്ഷേ കുറച്ചുകൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു പാർക്കിലൊക്കെ പോവുകയാണെങ്കിൽ കൂടി അവിടെ ചിലപ്പോൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ
അവരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ വന്നിരുന്ന ഒരു പ്ലേസ്, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ചെയറൊക്കെ ആയിരിക്കും അവരുടെ ഫാമിലി സ്പോൺസർ ചെയ്യുന്നത്. അതിൽ അവരുടെ ഡീറ്റെയിൽസും അവരെ കുറിച്ചുള്ള മെമ്മറീസും ഒക്കെ ഉണ്ടാവും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ. ലാസ്റ്റ് ടൈം ഞങ്ങളൊരു പാർക്കിൽ പോയപ്പോൾ ആ റിവർ സൈഡിൽ ഒരു ചെയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എഴുതി വെച്ചിരുന്നത് ആ ആൾക്ക് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് വരാൻ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ അയാളുടെ ഓർമ്മ എന്നും അവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഫാമിലി അവിടേക്കൊരു ചെയർ സ്പോൺസർ ചെയ്തത്. അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലും പലതും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാതെ അടുത്ത സ്ഥലത്തേക്ക് പോയാലാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ അതേപോലെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് എന്തായാലും നമുക്കിവിടെ നിന്ന് പതിയെ പുറപ്പെടാം, ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ലേറ്റ് ആയി പോകും. പക്ഷേ തണുപ്പ് രക്ഷയില്ല. സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പതിയെ പൂക്കളൊക്കെ വന്നു തുടങ്ങി. ഇതാണ് ഇവിടെ ഫസ്റ്റ് വിരിയുന്നത്. ചെറി ബ്ലോസം വരുന്നതിന് മുന്നേ, ചെറി ബ്ലോസം തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതാണ് ഫസ്റ്റ് കാണാറ്. ഇവിടുന്ന് നമ്മൾ ആദ്യം കയറിപ്പോയത്. ഇതിൽ നമുക്ക് പോകാൻ പറ്റുമോ? ആ, അവിടെ വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്താ അങ്ങോട്ട് പ്രൈവറ്റ് ആണല്ലേ. ഇത് സെയിലിട്ടേക്കുന്ന നമ്മളൊക്കെ അവിടെ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ എന്നിട്ടോ നമ്മൾ തിരിച്ചു കയറണ്ടേ? ഇവിടെ തൊട്ടടുത്തുള്ള പീക്ക് അങ്ങോട്ടേക്ക് ഇവിടെ സ്റ്റേ ചെയ്തോണ്ട് പോകുമ്പോഴത്തേനുള്ള കോട്ടേജുകളാണ് ഇതൊക്കെ. എന്തായാലും ആ ഓൾഡ് ഹൗസ് മ്യൂസിയം കയറി കാണാൻ പറ്റാത്തതിലുള്ള വിഷമം എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ പുറത്തുനിന്ന് കാണുന്നതല്ലാതെ ഇതിന്റെയൊക്കെ ഉൾഭാഗത്ത് എങ്ങനെ അതും കൂടി ഒന്ന് അറിഞ്ഞാലല്ലേ ഇതൊന്ന് പൂർണ്ണമാവുള്ളൂ. പക്ഷെ അതിനെന്തായാലും പറ്റിയില്ല. എന്തായാലും സമയമുണ്ടല്ലോ, പിന്നെ ഒരു ദിവസം വരാം. എനിക്ക് ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ ആദ്യം മനസ്സിലോട്ട് ഓർമ്മ വരുന്നത് ഈ മൂന്നാർ, മറയൂർ, ദേവികുളം ആ ഏരിയയിലൊക്കെ കുറേ കെട്ടിടങ്ങളുണ്ട് ഇതുപോലെ. എൻ്റെ വീട് മൂന്നാർ അടുത്താണ് കേട്ടോ. അപ്പോൾ അതിലേക്കാണ് എൻ്റെ ഓർമ്മ പെട്ടെന്ന് പോവുക. എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്നതും അതാണ്. നമ്മൾ ഈ ചിത്രപുരം ഭാഗത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഈ KCB ഓഫീസിൻ്റെ ഒക്കെ പല കെട്ടിടങ്ങളും ഇതുപോലത്തെ കല്ലുകൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങളിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാട്ടോ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത്. എന്തായാലും അധികം നമ്മൾ താഴോട്ട് ഇറങ്ങി പോയില്ല. കാരണം വേറൊന്നുമല്ല, പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു പനിയുടെ ഹാങ് ഓവർ ഇതുവരെയായിട്ടും തീരാത്തത് കൊണ്ട് അടുത്ത ഒരെണ്ണം കൂടെ കിട്ടി വീട്ടിലിരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ നടത്തം മതിയാക്കി തിരിച്ചു പോരാനായിട്ട് തുടങ്ങി. അടുത്ത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ലവ് ലോക്ക് ബ്രിഡ്ജ് ആണ് കേട്ടോ. ഇവിടുത്തെ ഒരു ബ്രിഡ്ജാണത്. പക്ഷെ അവിടെ ഈ പാരീസിലേക്ക് പോലെ ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ലവ് ലോക്ക് ബ്രിഡ്ജ് നോക്ക്. നമ്മള് വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് നല്ല വെതറായി. യൂറോപ്പിലെ വെതർ അതങ്ങനെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ ജാക്കറ്റും സൺസ്ക്രീമും സൺഗ്ലാസും കൊടയും എല്ലാം എടുത്തുകൊണ്ട് വേണം പോവാൻ. അടുത്തത് എന്താണെന്നുള്ളത് ഒരു ചോദ്യമായിരിക്കും. വെയിൽ കഴിയുമ്പോൾ ചിലപ്പോൾ മഞ്ഞ് പെയ്യുമ്പോൾ ചിലപ്പോൾ വെയിൽ വരും. അങ്ങനെ ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വെതറാണ് ഇംഗ്ലണ്ടിലേത്. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ സിറ്റി സെൻറ്റർ ഏരിയ ഒന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി നമുക്ക് പാർക്ക് ചെയ്യണം. ഒരു പാർക്കിംഗ് സ്പേസ് നോക്കിയിട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു സ്പേസ് കണ്ടു.
അപ്പോൾ അവിടെ കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് നമുക്ക് പതുക്കെ നടന്ന് സിറ്റി ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഇപ്പോൾ വിന്റർ ഏറെക്കുറെ തീരാറായി, സൂര്യൻ പതുക്കെ ഒന്ന് തല കാണിച്ച് തുടങ്ങുന്ന സമയമാണ് കേട്ടോ. ഒരു സൂര്യൻ്റെ വെട്ടം കണ്ടു കഴിയുമ്പോൾ പതുക്കെ എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങും. കാരണം ഇങ്ങേരെ അങ്ങനെ എപ്പോഴും ഒന്നും കിട്ടാറില്ലല്ലോ. കിട്ടുമ്പോൾ അത്യാവശ്യം വൈറ്റമിൻ ഡി ഒക്കെ നമ്മൾ സംഭരിച്ച് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പാർക്കിംഗ് സ്പേസിലെത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. 3 മണിക്കൂർ നേരത്തേക്ക് ഏതാണ്ട് ഒരു 4 പൗണ്ട് എന്തോ ആണ് നമുക്ക് ചാർജ് വന്നത്. അപ്പോൾ വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മൾ പതിയെ ബ്രിഡ്ജിലേക്ക് നടന്നു. ബേക്ക്വെല്ലിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അത്യാവശ്യം യൂട്യൂബ് വീഡിയോസും ഗൂഗിൾ സെർച്ചും ഒക്കെ നടത്തിയായിരുന്നു. അതിനകത്ത് നമ്മൾക്ക് തോന്നിയ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു ഈ ലവ് ലോക്ക് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിന്ന് എന്തോ വല്ലാത്തൊരു ഭാഗ്യമുണ്ട്. കാണാൻ വന്നതൊന്നും ഇന്ന് കാണാൻ പറ്റിയിട്ടില്ല. കാരണം ഈ ബ്രിഡ്ജിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കൗൺസിൽ ആ ലോക്കുകളെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. ലോക്കുകൾ എടുത്ത് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അവിടെ അവർ എഴുതിയും വെച്ചു ഇനി ഇങ്ങനെ ലോക്ക് ഇടാൻ ഇവിടെ പാടില്ല എന്നുള്ളത്. ഈ സൈഡിൽ കാണുന്ന ബ്രിഡ്ജിൽ സാധാരണ പാരീസിലെ പോലെ ലവ് ലോക്ക് ചെയ്തിട്ട് കീ കളയുന്ന സെറ്റപ്പ് ഉണ്ടായിരുന്നതാണ്. നമ്മൾ നോക്കിയ വീഡിയോസിലും എല്ലാത്തിലും കണ്ടതാ. അങ്ങനെ നോക്കി വന്നാണ് ഇപ്പൊ അവിടെ എല്ലാം കട്ടി കളഞ്ഞ് പുതിയ ബ്രിഡ്ജ് തന്നെ ഉണ്ടാക്കി കളഞ്ഞു. ഒന്നുമില്ല, നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. ായിരുന്നു നോട്ടീസ് ഇട്ടുണ്ട്, അവരെല്ലാം പറിച്ചു കളഞ്ഞു. പൊട്ടിക്കാൻ പാടില്ല നോട്ടീസ്, ലോക്ക് ഇടാൻ പാടില്ല നോട്ടീസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ലോക്കും പോയി. ലോക്കൊന്നും ഇല്ലാത്ത ലവ് ലോക്ക് ബ്രിഡ്ജ്. ഇത് ലവ് ലോക്ക് ബ്രിഡ്ജ് എന്നല്ല ഈ ബ്രിഡ്ജിന്റെ പേര്. പക്ഷേ ഗൂഗിളടിച്ചപ്പോൾ അങ്ങനെ പറയുന്നത്. യോഗമില്ല ഉണ്ണിയെ, അതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥ. കാണാൻ വന്നതൊന്നും കാണാൻ പറ്റില്ല. ഇത് കാണാൻ പറ്റാതെ പോയതിന്റെ വിഷമം അപ്പൂന് ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൂനെ അട്രാക്ട് ചെയ്ത മെയിൻ ഒരു ഫാക്ടർ അതായിരുന്നു. അതെന്തായാലും നടന്നില്ല. ഇവിടെ റിവറിലൊക്കെ ആയിട്ട് കുറേ ബേഡ്സ് ഒക്കെ ഉണ്ട്. അതിനൊന്നും ഫീഡ് ചെയ്യാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഈ ബേഡുകൾക്കുണ്ടാകുന്ന ഇഞ്ചുറിയും അല്ലെങ്കിൽ ഇവിടുത്തെ വിസിറ്റേഴ്സിനെ അത് ഹാംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷെ വേണ്ട, അവിടെ ഒരാൾ നിന്ന് ഇതുങ്ങൾക്ക് എന്തൊക്കെയോ ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തോ നട്ട്സ് പോലെ എന്തോ ആണ് കൊടുക്കുന്നത്. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതുങ്ങൾ ഫുൾ അവിടെ കൂടി നിൽക്കുന്നത്. ഈ ബേക്ക്വെൽ സിറ്റി സെന്ററിലേക്ക് പോയാലും നമ്മൾ കാണുന്നതല്ല ഇതുവരെ കണ്ടുവന്ന അതുപോലെ തന്നെ കാഴ്ചകളാണ് കേട്ടോ. നല്ല പഴയ കല്ലുകൊണ്ടുണ്ടാക്കിയ വീടുകളും അങ്ങനെ നല്ലൊരു പഴയ ഒരു ടൗൺ തന്നെയാണ് ഈ ബേക്ക്വെൽ എന്ന് പറയുന്നത്. ബേക്ക്വെല്ലിൽ എത്തുന്നത് ശരിക്കും ഈ ബേക്ക്വെല്ലിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇവിടുത്തെ ബേക്ക്വെൽ പുഡിങ് കഴിക്കാനും കൂടെയാണ്. ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ് ബേക്ക്വെൽ പുഡിങ് എന്ന് പറയുന്നത്. അപ്പം അത് കഴിക്കാനും അത് ടേസ്റ്റ് ചെയ്യാനും കൂടെയാണ് ഇവിടെ ആൾക്കാർ കൂടുതൽ വരുന്നത്. നമ്മളിവിടെ 1-2 ഷോപ്പുകളൊക്കെ നമ്മൾ ബേക്ക്വെൽ പുഡിങ്ങിന്റെ കണ്ടിരുന്നു. പക്ഷെ നമ്മൾ അത് കഴിക്കാനായിട്ട് പോയില്ല. ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഈ ഷോപ്പ് കണ്ടില്ലേ, ഇത് പുറത്തുനിന്ന് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. നിറയെ ഡ്രിങ്ക് കാച്ചേഴ്സ് ഒക്കെ തൂക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം പുറത്തുനിന്ന് കണ്ട് അതിൻ്റെ ഒരു ഭംഗി കണ്ടു കഴിഞ്ഞപ്പോൾ എന്നായാലും ചുമ്മാ ഒന്ന് അകത്തും കൂടെ കയറിയിട്ട് അകത്തിന് എന്താ ഉള്ളതെന്നൊന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി തോന്നി. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അകത്ത് കയറി നോക്കി. ഇപ്പം നമ്മളിവിടെ ചെറിയ ചെറിയ ഡ്രീം കാച്ചേഴ്സാണ് കണ്ടെങ്കിൽ അകത്ത് ഇതിലും വലിയത് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരുണ്ടാക്കുന്ന ഈ തടി കൊണ്ടൊക്കെയുള്ള ടോയ്സുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കൂടുതലും അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അവിടെ ലോക്കൽ ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ഈ ഹാരി പോട്ടർ അങ്ങനെ പല പല കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ അവർ തടിയിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. കൈ കൊണ്ട് ഉണ്ടാക്കുന്നത് എന്തോ ആണ്. എല്ലാ ഐറ്റംസും അങ്ങനെ തന്നെയായിരുന്നു. കൂടുതലും കൈ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റംസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. നമ്മൾ അവരുടെ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ കൂടുതൽ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഇതുണ്ട്, ഒരു എലീനെ തടിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ മെമ്മറിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വേണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ വന്ന് കയറാൻ പറ്റുന്നൊരു നല്ല ഷോപ്പാണ് കേട്ടോ. കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു നോർമൽ പ്രൈസിൽ എല്ലാം അവൈലബിൾ ആയിരുന്നു.
അത് മൊത്തം മുത്ത് വെച്ചുണ്ടാക്കിയേക്കുന്ന റിംഗ് ആണേ. ട്രൈ ചെയ്തിരുന്ന മാർക്കറ്റ് അതെടുത്ത് ഇറങ്ങി എടുത്തു, ഞാൻ മേടിച്ചു തരാം. ഏത് പിള്ളേർക്ക് മോൻ വേണേ എടുത്തോ. ഇത് നോക്കപ്പോ റിയൽ ബട്ടർഫ്ലൈ സ്റ്റഫ് ചെയ്ത് വെച്ചിരുന്നോ? ദിസ് വൺ. നമുക്ക് ഏതെങ്കിലും ജനറൽ വാതിലെ കൊണ്ട് തൂക്കിയിടാം. ഇതെന്തിനാണോ? അപ്പൊ ഇവിടുത്തെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് 1-2 കുട്ടി ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട്, ഒരു ഡ്രീം ക്യാച്ചർ, ഒരു ഏഞ്ചല്, അങ്ങനെ 1-2 ചെറിയ ഐറ്റംസ് ഒക്കെ വാങ്ങി. ഇപ്പൊ സമയം 1 മണിയായേ. അപ്പൊ നമുക്ക് പതിയെ വിശന്ന് തുടങ്ങി. അപ്പൊ നമ്മളിവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് 2 ബർഗർ ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. നല്ല തണുപ്പുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാളും തണുപ്പ് കൂടി വരിക. ഉച്ച കഴിയുമ്പോഴേക്കും മഴയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് പോകണം. അപ്പൊ നമ്മള് ഫുഡ് കളക്ട് ചെയ്ത് വണ്ടിയിൽ വന്നിരുന്നു. പുറത്ത് ഭയങ്കര തണുപ്പ്, അത് കാരണം കൊണ്ട് നമുക്ക് വണ്ടിയിൽ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ബേക്ക്വെല്ലിന്ന് വിന്നേഴ്സ് പാസിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോ. ജെയിൻ ഓസ്റ്റൻ എഴുതിയ പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പഠിക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ആ ഒരു നോവലിന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ബേക്ക്വെല്ലും നമ്മളിപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയകളും എല്ലാം കേട്ടോ. പല ക്യാരക്ടേഴ്സിന്റെയും പ്ലേസ്, അവരുടെ വീടുകൾ, അതൊക്കെ ഇവിടെയുള്ള പല വീടുകളെയും കണ്ടിട്ട് അതിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് അതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള നാഷണൽ പാർക്കുകളിൽ ഒന്നാണ് കേട്ടോ പീക്ക് ഡിസ്ട്രിക്ട്. 1951 ഇത് ഒഫീഷ്യലായിട്ട് ഒരു നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഒരു ലോങ് ഡ്രൈവ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല സ്പോട്ടായിരിക്കും കേട്ടോ. അങ്ങനെ ടൗണിൽ നിന്നുള്ള ബഹളങ്ങളോ അങ്ങനെ ഒന്നുമില്ലാതെ നല്ലൊരു ശാന്തമായിട്ടുള്ള ഏരിയയിൽ കൂടെ നമുക്ക് കുറേ നേരം ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് പറ്റും. പോകുന്ന വഴി മൊത്തം നമ്മൾ കാണുന്നത് ഇങ്ങനെ നോക്കത്താ ദൂരത്തോളമുള്ള പച്ചപ്പും പിന്നെ ചെമ്മരിയാടുകള്, കുതിരകള്, പശുക്കളൊക്കെ മേഞ്ഞ് കിടക്കുന്നതൊക്കെ ആയിരിക്കും. നമ്മുടെ നാട്ടിലെ ഒരു മൂന്നാർ അല്ലെങ്കിൽ വാഗമണ്ണൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലില്ലേ, അതാണ് ഇംഗ്ലണ്ടിന്റെ കൺട്രി സൈഡിൽ പ്രത്യേകിച്ച് ഈ പീക്ക് ഡിസ്ട്രിക്ട് കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ വലിയ തിരക്കും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ. അങ്ങനെ നമ്മൾ വിന്നേഴ്സ് പാസിലേക്ക് എത്തി. ഇതിലുള്ളൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നത് കേട്ടോ. ലൈം സ്റ്റോൺസിനാൽ ചുറ്റപ്പെട്ട ഒരു ഇടുങ്ങിയ പാതയാണ് ഈ വിന്നേഴ്സ് പാസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഹിസ്റ്റോറിക് എലമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്രീ ഹിസ്റ്റോറിക് സീബെഡ് സ്പേസ് ആണ്. അത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രത്തിൽ മുങ്ങിക്കിടന്നിരുന്നൊരു പ്രദേശമാണിത്. അതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ പാറകളൊക്കെ. ഇന്നിപ്പോൾ ഇത് ഒരു അഡ്വഞ്ചർ സ്പോട്ട് കൂടിയാണ്. ഒരുപാട് ഗുഹകളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രദേശമാണിത്. പിന്നെ ട്രക്കിങ്ങിനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ ഇപ്പം നമുക്ക് പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റും കേട്ടോ, ഇങ്ങനെ പാരാഗ്ലൈഡിങ് ചെയ്യുന്നവരെയൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റുമായിരുന്നു.
ഈ റൂട്ടിലൂടെയുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സഞ്ചാരികൾ കൂടുതലായിട്ടും എത്തുന്നത്. പക്ഷെ ഇത് നാട്ടിലിരുന്ന് കാണുന്ന നമുക്ക് ചിലപ്പോൾ ഇത് അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നില്ല. കാരണം നമ്മുടെ ഇടുക്കി കൂടെയൊക്കെ പോയി കഴിയുമ്പോൾ കൂടുതലായിട്ടും പോകുന്നത് ഇങ്ങനത്തെ വഴികളിൽ കൂടെ തന്നെ ആയതുകൊണ്ട് നമുക്കിതിൽ വലിയ പുതുമയൊന്നും ചിലപ്പോൾ തോന്നാൻ സാധ്യതയില്ല. പക്ഷെ ഇവിടെ ഉള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവർക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.